cell cycle. So cell cycle എന്താണെന്നുള്ളതൊക്കെ +2 ബയോളജിയിൽ നമ്മൾ ഓവറോൾ ആയിട്ട് പഠിക്കുന്നുണ്ട്. വീണ്ടും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. സെൽ സൈക്കിൾ, മൈറ്റോസിസ്, മിയോസിസ് എല്ലാം. സോ അതാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ദ പ്രോസസ് ബൈ വിച്ച് ന്യൂ സെൽസ് അറൈസ് ഫ്രം അതർ ലിവിങ് സെൽസ്. എല്ലാം നമുക്കറിയാം. വേറെ പഴയ സെല്ലുകളിൽ നിന്ന് പുതിയ സെൽസ് ഉണ്ടാകുന്നതാണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു പ്രൊഡക്ഷൻ ഓഫ് സെൽസ് ദറ്റ് ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻറ്റ്. അതായത് അവരുടെ സൊമാറ്റിക് സെൽസ് ആണ് ഇതിൽ ഡിവൈഡ് ചെയ്യുക. അതായത് സാധാരണയായിട്ടുള്ള എല്ലാ സെൽസും ലീഡ്സ് ടു പ്രൊഡക്ഷൻ ഓഫ് സെൽസ് ദറ്റ് ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻറ്റ്, സെർവ്സ് ആസ് ബേസിസ് ഫോർ പ്രൊഡ്യൂസിങ് ന്യൂ സെൽസ്. പുതിയ സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മിയോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു പ്രൊഡക്ഷൻ ഓഫ് സെൽസ് വിത്ത് ഹാഫ് ദ ജനറ്റിക് കണ്ടന്റ് ഓഫ് ദി പാരൻറ്റ്. മൈറ്റോസിസിൽ കംപ്ലീറ്റ്ലി ഐഡൻറ്റിക്കൽ ടു ദ പാരൻ്റ് ആണ്. മിയോസിസിൽ ഹാഫ് ദ കണ്ടൻറ്റേ വരുള്ളൂ. ഇറ്റ് produce new sexually reproducing organism. The cell cycle is a sequence of cell growth and division. The cell cycle is the period from the beginning of one division to the beginning of the next. The time it takes to complete one cell cycle is the generation time. ഒരു cell cycle complete ചെയ്യുന്നതിനെ നമ്മൾ generation time എന്നാണ് പറയുന്നത്. സെൽസ് ഡിവൈഡ് വെൻ ദ റീച്ച് എ സർട്ടൺ സൈസ്. അവർ ഇത്തിരി മച്വർ ആയി എന്ന് കണ്ടാലാണ് ഈ സെൽസ് ഡിവൈഡ് ചെയ്യുക. ആൻഡ് നോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ദർ ഇസ് നോ സെൽ ഡിവിഷൻ ഇൻ നെർവ് സെൽസ്, സ്കെലറ്റൽ മസിൽ ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ. സെൽ ഡിവിഷൻ ഇൻവോൾവ്സ് മൈറ്റോസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. Mitosis involves division of the chromosomes. Cytokinesis involves division of the cytoplasm. Mitosis without cytokinesis results in multinucleate cells. അതായത് സെൽ ഡിവിഷൻ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ ഒരു സെല്ലിന് തന്നെ മൾട്ടി ന്യൂക്ലിയസ് വരുന്ന അവസ്ഥയാണ് വരിക. Eukaryotic cell cycle, beginning of one division to the beginning of next. Stages in eukaryotic cell cycle പറയുകയാണെങ്കിൽ ഇന്റർഫേസ് ആണ്. ഇന്റർഫേസിൽ ഫസ്റ്റ് ഗ്യാപ്പ് ഫേസ് ഉണ്ട്, സിന്തസിസ് ഫേസ് ഉണ്ട്, സെക്കൻഡ് ഗ്യാപ്പ് ഫേസ് ഉണ്ട്. ആൻഡ് പീരിയഡ് ബിറ്റ്വീൻ സെൽ ഡിവിഷൻ ഈസ് എ ടൈം വെൻ ദ സെൽ ഗ്രോസ് ആൻഡ് എൻഗേജസ് ഇൻ ഡൈവേഴ്സ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. സോ ഈ പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയമാണ്. ആൻഡ് സെല്ലിൻ്റെ ഗ്രോത്തും നടക്കുന്ന സമയമാണ്. M phase എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് മൈറ്റോസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. മൈറ്റോസിസ് ഡ്യൂപ്ലിക്കേറ്റഡ് ക്രോമസോം സെപ്പറേറ്റഡ് ടു 2 ന്യൂക്ലിയസ്. ഓക്കെ, ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ആയി മാറുന്നത് 2 ന്യൂക്ലിയസിലോട്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നു. ആൻഡ് സൈറ്റോകൈനസിസ് എൻറ്റയർ സെൽ ഡിവൈഡ്സ് ഇൻ ടു 2 ഡോട്ടർ ന്യൂക്ലിയസ്. സോ ഇതാണ് നമ്മുടെ സെൽ സൈക്കിൾ. മുമ്പും നമ്മളിത് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് G1, S, ദറ്റ് ഈസ് ഗ്യാപ്പ് ഫേസ് 1, സിന്തസിസ് ഫേസ് ആൻഡ് ഗ്യാപ്പ് ഫേസ് 2. അപ്പോൾ G1 എന്ന് പറയുന്നത് ഗ്രോത്ത് ഫേസ് ആണ്. കണ്ടോ, ഇത്രയും ടൈം ഈസ് ടേക്കിംഗ് ഫോർ G1 ഫേസ്. ആൻഡ് S ഈക്വൽസ് DNA റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഫേസ് എന്നാണ് നമ്മൾ എസിനെ പറയുക. DNA സിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ട്. ആൻഡ് G2 എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് എ ഗ്യാപ്പ് 2 ഫേസ്. DNA സൂപ്പർ കോയിൽസ് ചെയ്യുന്നു, കണ്ടൻസ് ചെയ്യുന്നു, മെഷീനറി ഓഫ് മൈറ്റോസിസ് അസംബിളായി മാറുന്നു. അതാണ് G2 ഫേസ്. സോ ഏറ്റവും കൂടുതൽ ടൈം ഈസ് G1. അതിനുശേഷമാണ് മൈറ്റോസിസിൻ്റെ ബാക്കി ഫേസ് വരുന്നത്. മൈറ്റോസിസിൽ വരുന്നത് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ് ആൻഡ് സൈറ്റോകൈനസിസ്. ക്രോമസോംസ് ബിക്കം ഡ്യൂപ്ലിക്കേറ്റഡ് ഡ്യൂറിങ് ഇന്റർഫേസ്. ഇന്റർഫേസിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയി മാറുന്നു. Cells are very active during interphase, synthesizing biological molecules and growing the G1 phase, that is gap phase. The synthesis phase is marked by DNA replication. നമ്മൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും വീണ്ടും പറയാണ്. The G2 phase occurs between S phase and mitosis. Despite differences between the prokaryotes and eukaryotes, there are several common features in their cell division processes.
എന്തൊക്കെയാണ് കോമൺ ഫീച്ചേഴ്സ്? അതായത് യൂക്കാരിയോട്ടിക്കും പ്രൊക്കാരിയോട്ടിക്കും ഡിഫറൻസ് ഉണ്ട് ഇവരുടെ സെൽ ഡിവിഷനിൽ. എന്നാലും ദർ ആർ സം കോമൺ ഫീച്ചേഴ്സ്. റെപ്ലിക്കേഷൻ ഓഫ് ദ DNA, segregation of the original and its replica follow, cytokinesis ends the cell division process. ഇതെല്ലാം കോമൺ ഫീച്ചേഴ്സ് ആണ്. Whether the cell was eukaryotic or prokaryote, these basic events must occur. Hereditary material is passed on to new cells by mitosis or meiosis. ഇത് പാരമ്പര്യമായിട്ട് കൊടുക്കേണ്ടതെല്ലാം ഈ മൈറ്റോസിസ് മിയോസിസ് വഴി അല്ലെങ്കിൽ സെൽ ഡിവിഷൻ വഴിയാണ് കൊടുക്കുന്നത്. അതായത് ക്രോമസോമിൻ്റെ സെപ്പറേഷൻ, സെൽ ഡിവിഷൻ, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ. അതിൽ വരുന്ന ഫേസുകൾ ഇന്റർഫേസ്, മൈറ്റോസിസ്, സൈറ്റോകൈനസിസ് ആൻഡ് മിയോസിസ്. സെൽ ഡിവിഷൻ. Chromosomal packaging of DNA allows efficient distribution of genetic material during cell division. അതായത് DNA-യുടെ ഉള്ളിൽ ക്രോമസോമിൻ്റെ ഉള്ളിൽ DNA പാക്കേജ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സെൽ ഡിവിഷനിൽ ജനറ്റിക് മെറ്റീരിയൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ പാക്കേജിംഗ് ആണ് ക്രോമസോമിന് വരുന്നത്. Life cycle requires two distinct types of cell division processes, mitosis and meiosis. Cell division. One cell becomes two cells during an organism's life cycle. ഇനി മൈറ്റോസിസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജനറൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഒക്കേഴ്സ് ഇൻ സൊമാറ്റിക് സെൽസ്, അതായത് ജേം സെൽസിൽ, റീപ്രൊഡക്റ്റീവ് സെൽസിലല്ല നടക്കുന്നത്. ബാക്കിയുള്ള സെൽസിനെ നമ്മൾ സൊമാറ്റിക് സെൽസ് എന്ന് പറയും. അതിലാണ് നമ്മുടെ മൈറ്റോസിസ് നടക്കുക. സെൽ ന്യൂക്ലിയസ് ഡിവൈഡ്സ് ടു പ്രൊഡ്യൂസ് ടു ഡോട്ടർ ന്യൂക്ലിയായി വിച്ച് കണ്ടെയ്ൻ ഐഡൻറ്റിക്കൽ സെറ്റ്സ് ഓഫ് ക്രോമസോംസ് ആസ് ഇൻ പാരന്റ് സെൽ. ഇപ്പോൾ സെല്ലിൻ്റെ ന്യൂക്ലിയസ് രണ്ട് ഡോട്ടർ ന്യൂക്ലിയ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. രണ്ടിലും ഈ പാരന്റിൻ്റെ ഐഡൻറ്റിക്കൽ സെറ്റ്സ് ഓഫ് ക്രോമസോംസ് കിട്ടും. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ഈക്വൽ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ഈ മൈറ്റോസിസിൽ സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ രണ്ട് സൈറ്റോപ്ലാസും അവിടെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. It results in an increase in number of cells. Okay, number of cells increase ആവുന്നു. It helps in growth, replacement and repair of the cells. It is a method of asexual reproduction in unicellular organisms only. Okay, unicellular organismത്തിൽ mode of reproduction is through mitosis. Mitosis is nuclear division plus cytokinesis and produces two identical daughter cells during the following steps: prophase, metaphase, anaphase, telophase. എന്നാണ് നമ്മൾ പറയുക. എന്നാലും ഇന്റർഫേസ്, പ്രോഫേസ്, പ്രോമെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്, അതാണ് അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ പറയേണ്ട രീതി. ബട്ട് അതിൻ്റെ പ്രത്യേകത, ഇൻ്റർഫേസ് ഈസ് ഓഫൺ ഇൻക്ലൂഡഡ് ഇൻ ഡിസ്കഷൻസ് ഓഫ് മൈറ്റോസിസ്, ബട്ട് ഇൻ്റർഫേസ് ഈസ് ടെക്നിക്കലി നോട്ട് പാർട്ട് ഓഫ് മൈറ്റോസിസ് ബട്ട് റേദർ എൻകോംപാസസ് സ്റ്റേജസ് G1, S and G2 ഓഫ് ദ സെൽ സൈക്കിൾ. അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഈ സെല്ലാണ്, G1, S and G2 ഓഫ് സെൽ സൈക്കിളാണ്. എന്നാലും നമ്മൾ മൈറ്റോസിസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഇൻ്റർഫേസ്, പ്രോഫേസ്, പ്രോമെറ്റാഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ് എന്ന് പറയാറുണ്ട്. വീണ്ടും ആ സെൽ സൈക്കിൾ തന്നെ എടുത്തിരിക്കുകയാണ്. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടിലോഫേസ്. ഇപ്പോൾ ഈ ഏരിയാസ് നമ്മൾ പറഞ്ഞു. ഇവിടെ അധികമൊന്നുമില്ല, എല്ലാം അസംബ്ലിംഗ് ആണ്. മൊത്തത്തിൽ നമ്മുടെ മൈറ്റോസിസിന് വേണ്ടിയുള്ള അസംബ്ലിംഗ് ആണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ മൈറ്റോസിസ് ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫേസ്, ഇന്റർഫേസ്. ഫിസിയോളജിക്കലി മോസ്റ്റ് ആക്റ്റീവ് സ്റ്റേറ്റ് ആണ്. ലുക്സ് റെസ്റ്റിംഗ് സ്റ്റേജ്, നമുക്കത് റെസ്റ്റിംഗ് സ്റ്റേജ് ആയിട്ട് തോന്നാം, ബട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫിസിയോളജിക്കലി ആക്റ്റീവ് സ്റ്റേറ്റ്. ദ സെൽ ഈസ് എൻഗേജ്ഡ് ഇൻ മെറ്റബോളിക് ആക്ടിവിറ്റി ആൻഡ് പെർഫോമിംഗ് ഇറ്റ്സ് പ്രിപ്പയർ ഫോർ മൈറ്റോസിസ്. അതായത് മെറ്റബോളിക് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആണ്, പക്ഷെ നമുക്കത് റെസ്റ്റിംഗ് ആണെന്ന് തോന്നുകയാണ്. മൈറ്റോസിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് 4 phases that leads up to and include nuclear division. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ആള്. Chromosomes are not clearly discerned in the nucleus. നമുക്ക് ക്രോമസോം പോലെ ഇത് കാണാൻ പറ്റില്ല. Although a dark spot called the nucleolus may be visible. നമുക്ക് കാണാൻ പറ്റുന്നത് ന്യൂക്ലിയോലസ് ആണ്. ഓക്കെ, അതായത് കണ്ടൻസ്ഡ് ക്രോമസോം ആയിട്ടാണ് കാണുന്നത്. The cell may contain a pair of centrioles. സെൽസിന് സെൻട്രിയോൾസ് ഉണ്ടാവാം. Or microtubule organizing center in plants. അപ്പോൾ ഈ മൈക്രോട്യൂബ്യൂൾ എന്താണെന്നുള്ളത് നമ്മൾ സൈറ്റോസ്കെലറ്റൽ ഫിലമെന്റ്സ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്.
So both of which are organizational sites for microtubules. The centrioles എന്ന് പറയുന്നത് microtubules organize ചെയ്യുന്ന സെല്ലാണ്. Centrioles begin to divide, cell grows in size. അപ്പോൾ അതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സെല്ലിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക, വീണ്ടും ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ വരയ്ക്കുക, ആൻഡ് ന്യൂക്ലിയോലസ് ഈസ് spread in the nucleus. Prophase. It is the longest phase of cell division എന്നുണ്ടായിരുന്നു. It involves condensation of DNA. Chromatin in the nucleus begins to condense. See, condensation of DNA ആണ് വരുന്നത്. Chromatin in the nucleus begins to condense. Chromatin condense ചെയ്ത് വരും and become visible in the light microscope as chromosomes. Okay, അപ്പോൾ chromatin എന്ന് പറയുന്നത് സ്പ്രെഡഡ് ഫോമാണ്, കണ്ടൻസ്ഡ് ഫോം അല്ല. ഞാൻ എവിടെയോ അങ്ങനെ പറഞ്ഞ് പോയി. chromatin പിന്നെ കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോമായിട്ട് മാറുക. So chromosome appear as pair of chromatids joined by centromere. So ക്രോമസോമിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം, മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെൻട്രോമിയറും ഉണ്ടാവും. ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, കണ്ടോ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇവിടെ ഡിസിൻറ്റഗ്രേറ്റ് ആയിട്ട് മാറും. ന്യൂക്ലിയോലസ് ഡിസപ്പിയർ. ഈ ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന അങ്ങനെ ക്രഷ്ഡ് ഫോമൊക്കെ മാറും. ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ചെയ്യും. Centrioles begin moving to opposite sides. കണ്ടോ, centrioles രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിലോട്ട് വരും of the cell and fibers extend from the centromere. Some fibers cross the cell to form the mitotic spindle. ഇതിങ്ങനെ ക്രോസ് ചെയ്ത് വരും, അത് mitotic spindle ആയിട്ട് മാറും. So this is prophase. Next is prometaphase. The nuclear membrane dissolves, marking the beginning of prometaphase. Nuclear membrane completely dissolve ആയി മാറും. Proteins attached to the centromeres. ആ centromere ഉണ്ടല്ലോ, ഈ ക്രോമസോമിൻ്റെ നടുക്കിലുള്ള സ്ഥലം, അതാണ് centromere. അതിൻ്റെ ഭാഗത്തേക്ക് പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്യുന്നു. ഈ കൈനറ്റോകോസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ആണ് അറ്റാച്ച് ചെയ്യുക. കൈനറ്റോകോസ് എന്ന് പറയുമ്പോൾ ഡിസ്ക് ഷേപ്ഡ് പ്രോട്ടീൻ സ്ട്രക്ചറാണ്. മൈക്രോട്യൂബ്യൂൾസ് അറ്റാച്ച് അറ്റ് ദ കൈനറ്റോകോസ്. അപ്പോൾ ഈ സെൻട്രിയോൾസിൻ്റെ ആ സെൻട്രോമിയേഴ്സിൻ്റെ ഏരിയയിൽ കൈനറ്റോകോസ് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങോട്ടാണ് മൈക്രോട്യൂബ്യൂൾസ് ഇതിന് അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ക്രോമസോംസ് ബിഗിൻ മൂവിങ്. അപ്പോൾ ആ പ്രോട്ടീനാണ് ഇതിന് അറ്റാച്ച് ചെയ്തിട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ഈസ് മെറ്റാഫേസ്. ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ഇതിൻ്റെ പിക്ചറെല്ലാം കണ്ടുല്ലോ അല്ലേ, പ്രോമെറ്റാഫേസിന് അറേഞ്ച് ചെയ്യാൻ വരികയാണ് ഇക്വേറ്ററിലോട്ട്. ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് വരുന്ന മെറ്റാഫേസിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ലൈൻ ദ ക്രോമസോം എലോങ് ദ മിഡിൽ ഓഫ് ദ സെൽ ന്യൂക്ലിയസ്. ഓക്കെ, സെൽ ന്യൂക്ലിയസിൻ്റെ നടുവിലായിട്ട് വരുന്നു. ദിസ് ലൈൻ ഈസ് റെഫേർഡ് ടു ആസ് ദ മെറ്റാഫേസ് പ്ലേറ്റ്. ഓക്കെ, polar microtubules extend from the pole to the equator. Polar microtubules കണ്ട ഇവിടുന്ന് ഇക്വേറ്ററിലോട്ട് പോകും and typically overlap. Kinetochore microtubules extend from the pole to the kinetochores. Kinetochore microtubules extend from the pole to the kinetochores. So kinetochore microtubules ഉണ്ട്, polar microtubules ഉണ്ട്. എല്ലാം ഇങ്ങനെയുള്ള ഫൈബേഴ്സ് തന്നെയാണ്, ഇവരെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫൈബേഴ്സ് ആണ്. ദിസ് ഓർഗനൈസേഷൻ ഹെൽപ്സ് ടു എൻഷുർ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ഫേസ് വെൻ ദ ക്രോമസോംസ് ആർ സെപ്പറേറ്റഡ് ഈച്ച് ന്യൂ ന്യൂക്ലിയസ് വിൽ റിസീവ് 1 കോപ്പി ഓഫ് ഈച്ച് ക്രോമസോം. ഈ ഒരു ഓർഗനൈസേഷൻ ഇങ്ങനെ ന്യൂക്ലിയസ് സെപ്പറേറ്റ് ആയിട്ട് സൈറ്റോകൈനസിസ് വഴി സെപ്പറേറ്റ് ആയാൽ ഇവർക്ക് ഈക്വലി കിട്ടും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷനൊക്കെ വരുന്നത്. Anaphase എന്ന് പറയുമ്പോൾ it is a very rapid stage. Centromere split into 2 paired chromosomes separate at the kinetochores and move to opposite sides of the cell. അപ്പോൾ പെയർഡ് ക്രോമസോം സെപ്പറേറ്റ് ചെയ്യുന്ന കൈനറ്റോകോറിൻ്റെ ആ ഡിസ്ഷേപ്ഡ് പ്രോട്ടീനാണ്, അതിനെ ഒരു ഡാം റിംഗ് 1 എന്ന് പറയുന്ന പ്രോട്ടീനാണ് ഇവരെങ്ങനെ വലിച്ചു കൊണ്ടുപോകുക. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ പറയുന്നില്ല. എന്നാലും the chromosomes are pulled by the kinetochore microtubules to the poles and form a V shape. കണ്ടോ, V shape ആയിട്ട് ഫോം ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. Motion results from a combination of kinetochore movement along the spindle microtubules and through the physical interaction of polar microtubules. അവിടെ polar microtubules ഉണ്ട്, kinetochore microtubules. ഇവരുടെയൊക്കെ ഇൻട്രാക്ഷൻ മൂലം ഇതിനെ പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ് ചെയ്യുന്നത്. Separated chromatids are now called as chromosomes. Okay. ഇതിങ്ങനെ നീണ്ടു കിടന്നാൽ ദേ ആർ ക്രോമസ്. ഈ വി ഷേപ്ഡ് നീണ്ടു കിടന്നിട്ടുണ്ടെങ്കിൽ ഷ്രിങ്കിങ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഇങ്ങനെ ചുരുങ്ങി വരാൻ തുടങ്ങും.
And this is a picture. Next is telophase. Chromatids arrive at opposite poles of the cell and new members form around the daughter nuclei. The chromosomes disperse and are no longer visible under the light microscope. Chromosomes uncoil, lengthen and form chromatin complex. പണ്ടത്തെ അതേപോലെ തന്നെയുള്ള അറേഞ്ച്മെൻ്റ് ആയി സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിസിൻറ്റഗ്രേറ്റ് ആവുന്നു. ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ന്യൂക്ലിയോലൈ റീഅപ്പിയർ. Okay, so that is